താണെന്ന് തോന്നുന്നു കേട്ടോ. മൂന്ന് ഹെലികോപ്റ്ററുകൾ. ആദ്യത്തെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത സമയം രാവിലെ 8:20. മൂന്നാമത്തേതും ദൃശ്യങ്ങളിൽ ഇടതുവശത്ത് കാണുന്നതുമായ ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയത്. സമയം രാവിലെ 8:33. തീർത്തും അപ്രതീക്ഷിതമായി നിലയ്ക്കലിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ലാൻഡിംഗ് പത്തനംതിട്ടയിൽ നിന്നും 3 കിലോമീറ്റർ മാറി പ്രമാടത്തേക്ക് മാറ്റാൻ തന്നെ കാരണം. ഇന്നലെ ഇതേ സമയത്ത് വലിയ രീതിയിൽ മൂടൽ മഞ്ഞുണ്ടായിരുന്നു, വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ തന്നെ ഇന്നും ഉണ്ടാകുമെന്ന് കരുതി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ അതിനുവേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രാവിലെ 8:33 രാഷ്ട്രപതി ഇറങ്ങുന്നു. ദേവസ്വം മന്ത്രി അടക്കം പ്രധാന ആളുകൾ എത്തി രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നു. പിന്നീട് രാഷ്ട്രപതിയുടെ വാഹനം വ്യൂഹം പുറപ്പെട്ട ശേഷമാണ് വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചാടുകൾ കോൺക്രീറ്റിലേക്ക് താണതായി ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നമ്മൾ റോഡ് വക്കിലൊക്കെ കാണുന്നത് പോലെ ബൈക്കും സ്കൂട്ടറും കാറും ഒക്കെ തെള്ളുന്നതിന് സമാനമായ ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയുടെ പ്രഥമ പൗരയാണ്, രാഷ്ട്രപതിയാണ് വരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഒരു കാരണവശാലും ഉണ്ടാകരുതാണ്. രാഷ്ട്രപതിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് ആദ്യ പരിഗണന, അവർ പറയുന്നതാണ് ആദ്യ കാര്യമെന്ന് പറയാം. പക്ഷേ ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയുള്ള ഹെലിപ്പാഡ് നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരാണ്, അതിന് നേതൃത്വം കൊടുത്തത് PWD ആണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ലാൻഡിംഗ് സംബന്ധിച്ച് മറ്റൊരു ഉപാധി കൂടി കാണാൻ വേണ്ടി ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ തന്നെ ആലോചിച്ചത്. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തോട് അടുത്ത പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള പ്രദേശം അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തത്. ഇന്ന് പുലർച്ചയോടുകൂടി മാത്രമാണ് ഹെലിപ്പാഡുകളുടെ നിർമ്മാണം പൂർത്തിയായത്. ഹെലികോപ്റ്റർ പോലെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് വന്ന് നിൽക്കുന്നത്. ഇതിനകത്തൊരു കൗതുകമുണ്ട്. കാര്യം ഇവിടുത്തെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഒരു ഹെലികോപ്റ്റർ തള്ളി മാറുന്ന അവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അവരുടെയൊക്കെ തന്നെ കണ്ടവരുടെയും തള്ളിയവരുടെയും ഒക്കെ ജീവിതത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത്. അതെ അതെ, തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് DGP പറയുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണെന്ന് ഏത് ഒരു കൊച്ചു കുഞ്ഞിന് പോലും കണ്ടാൽ മനസ്സിലാവും. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പൈലറ്റുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അതൊരു സുരക്ഷാ വീഴ്ച എന്നുള്ള തലത്തിലേക്ക് അവർ കാര്യങ്ങളെ വിലയിരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും PWD നൽകുന്ന വിവരമനുസരിച്ച് എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അവർ നിർദ്ദേശിച്ച ഇടത്ത് ഹെലിപ്പാഡ് നിർമ്മിച്ചു നൽകുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. ശബരിമല ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു 4:06 കൂടിയാണ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തെ മൈതാനത്ത് എത്തിച്ചേർന്നത്. തുടർന്ന് 4:15 രാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഈ കാണുന്ന ഹെലിപ്പാഡിലാണ് രാഷ്ട്രപതിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് രാവിലെ 8:33. ഈ സ്ഥലം പരിശോധിക്കുമ്പോൾ കണ്ണൻ എന്താണ് മനസ്സിലാവുന്നത്? ഈ സ്ഥലം പരിശോധിക്കുമ്പോൾ കൃത്യമായി ആ ടയർ താഴേക്ക് താഴ്ന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഈ രാഷ്ട്രപതി ഇവിടെ നിന്ന് ശബരിമല ദർശനത്തിന് പോയ ശേഷം വീണ്ടും സിമെൻറ്റോ മറ്റോ ഉപയോഗിച്ച് അതൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഈ സ്റ്റെബിലിറ്റിയുടെ യാതൊരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായ ഒരു ചെറിയ വിഷയം എന്ന് പറയാൻ പറ്റില്ല. ഇവർ ലാൻഡ് ചെയ്ത് എച്ചിനെക്കാട്ടി കുറച്ചുകൂടെ പുറകോട്ടേക്കായിരുന്നു ലാൻഡ്. ടെയിൽ എൻഡ് കുറച്ചേക്ക് പുറകോട്ട് വന്നു. ആ പുറകോട്ട് വന്നപ്പോൾ ഫ്രഷ് കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിപ്രഷൻ പോലും പറയാൻ പറ്റില്ല. 1/2 ഇഞ്ചിന്റെ ഭാഗത്ത് എന്തോ ചെറിയൊരു സിങ്കിങ് വന്നു എന്നുള്ളത്. വില എടുത്തു പറയേണ്ടത് രാഷ്ട്രപതി വരുന്ന ഒരു പരിപാടിയാണ്. അപ്പം രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കാര്യം കൂടി നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. ഒരു 2 ആഴ്ച മുമ്പെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുമുണ്ട്. ചുരുക്കത്തിൽ പ്ലാൻ B കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിയത് തന്നെ ഏറെ വൈകിയാണ്. അതുതന്നെയാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളതും. കണ്ണൻ നായർക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.